നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗ കേസിൽ പെട്ടതോടുകൂടി മുകേഷും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള CPM നേതാക്കളും ഇടതുപക്ഷ അനുഭാവികളായ സിനിമാ നടന്മാരും പ്രതികളായ സ്ത്രീപീഡന കേസുകൾ വീണ്ടും ചർച്ചയാവുന്നു. രാഹുലിനെ കുഴപ്പത്തിലാക്കിയ CPM ക്യാമ്പിനെ തകർക്കാൻ രാഹുൽ ക്യാമ്പും ഒരുങ്ങുകയാണ്. അതായത് രാഹുലിനെ അകത്താക്കിയ വഴിയെ തന്നെ മുകേഷിനെ അകത്താക്കാനാണ് രാഹുൽ ക്യാമ്പിന്റെ ശ്രമം. ഒളിവിലാണെങ്കിലും തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ. നടനും MLAയുമായ മുകേഷ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിയമസഭാ അംഗത്വം രാജിവെക്കുമെന്നാണ് അന്ന് പറഞ്ഞു കേട്ടത്. മുകേഷിനോട് മറ്റ് മാർഗങ്ങളില്ലെന്നും രാജിക്ക് തയ്യാറാകണമെന്നും CPM പറഞ്ഞിരുന്നു. സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം നൽകിയതായും പ്രചരണമുണ്ടായി. എന്നാൽ താൻ രാജിവെക്കില്ലെന്ന് പറഞ്ഞ് മുകേഷ് പാർട്ടിയെ വെല്ലുവിളിച്ചെന്നും പറഞ്ഞു കേട്ടു. പക്ഷെ എന്താണ് സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കാൻ അരക്കെട്ട് മുറുക്കി രംഗത്തെത്തിയ CPMന്റെ കിടിലങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി രംഗത്തെത്തിയതാണ് മുകേഷിന് വെല്ലുവിളിയായത്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് അവർ ആരോപണം ഉന്നയിച്ചത്. ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചുവെന്ന് പറയുന്നു. ജയസൂര്യ, മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൻ ബിജു എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഈ സംഭവങ്ങൾ ശാരീരികമായും മാനസികമായും ഏറെ വേദനിപ്പിച്ചുവെന്നും നടി പറയുന്നു. 2008-2009 കാലഘട്ടത്തിലാണ് അവർ ആദ്യമായി സിനിമയിൽ അഭിനയിക്കാനായി വരുന്നത്. ബാലചന്ദ്ര മേനോന്റെ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ റോൾ ആയിരുന്നു ചെയ്തത്. സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. അവിടെ ബാത്റൂമിൽ പോയി പുറത്തിറങ്ങുമ്പോൾ നടൻ ജയസൂര്യ പിന്നിൽ നിന്ന് വന്ന കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതി. കുതറിയോടിയ എന്റെ പിന്നാലെ വന്ന് സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ജയസൂര്യ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് ഉണ്ട്, താല്പര്യമുണ്ടെങ്കിൽ പറയണമെന്ന് ജയസൂര്യ പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞ ശേഷം പിന്നീട് മറ്റൊന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് എനിക്ക് വന്ന അവസരങ്ങൾ നിഷേധിക്കുകയായിരുന്നു. കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷിനെ പരിചയപ്പെടുന്നത്. അന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ കാര്യമായി എടുത്തില്ല. പിന്നീട് എന്നെ നിരന്തരമായി വിളിക്കുമായിരുന്നു. നാടകമേ ഉലകം എന്ന വിജയ് തമ്പിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്റെ അടുത്ത മുറിയിലായിരുന്നു മുകേഷ് താമസിച്ചിരുന്നത്. മുറിയിൽ വന്ന് വാതില് മുട്ടി. പിന്നീട് അകത്തേക്ക് കയറുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് അമ്മയുടെ അംഗത്വത്തിന് ശ്രമിച്ചപ്പോൾ മുകേഷ് വിളിക്കുകയും അശ്ലീല ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുകേഷ് പറഞ്ഞത് കേട്ട ഞാൻ ആകെ തരിച്ചിരുന്നു പോയി. പിന്നീട് അമ്മയിലെ അംഗത്വം എനിക്ക് നിഷേധിക്കുകയായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ ഇവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിന് ഒന്നും തന്നെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ് കമ്മിറ്റി അംഗങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ജയസൂര്യയും ഇടവേള ബാബുവും മണിയൻപിള്ള രാജുവും ഒക്കെയാണ്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അമ്മയിൽ അംഗത്വം ലഭിക്കുന്നതിനായി അപേക്ഷ നൽകാൻ ഇടവേള ബാബു കലൂരിലെ ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ചു. തുടർന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത്. പിന്നീട് വന്ന പല സിനിമകളിലും റോളുകൾ കിട്ടാതെ മാറിപ്പോയപ്പോഴാണ് ഇതിന് പിന്നിലെ കാരണം മനസ്സിലായത്. കലയോടുള്ള സ്നേഹം കൊണ്ടാണ് സിനിമയിൽ വന്നത്. പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും അറിയാവുന്ന എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടുമെന്ന് കരുതി. പക്ഷേ ഇവരുടെ എല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം ഞാൻ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം പുറത്തു വന്ന് തങ്ങൾ നേരിട്ട ക്രൂരതകളെ പറ്റി പറയുന്നത് കണ്ടു. ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് സർക്കാർ എല്ലാ സംരക്ഷണവും ഒരുക്കുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ടു. അതൊക്കെയാണ് ഇപ്പോഴത്തെ തുറന്നു പറച്ചിലിന് പ്രാപ്തയാക്കിയത്. കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് എതിർ പാർട്ടിക്കാർ കരിവാരിത്തേക്കുവാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നാണ് മുകേഷ് പറഞ്ഞത്. ശരിക്കുമുള്ള സത്യം ജനങ്ങൾ അറിയണമെന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായത്. അത്രയ്ക്ക് നല്ല വ്യക്തിയല്ല മുകേഷ്. അത് ജനങ്ങൾ നേരിട്ട് അറിയണമെന്ന് തോന്നി. ഞാൻ പണത്തിനു വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു. പക്ഷേ എനിക്ക് പണം വേണ്ട. പണത്തിനാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഞാൻ വെൽ സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ പണവും ആവശ്യമില്ല. മണിയൻപിള്ള രാജു വെർബലിയാണ് അബ്യൂസ് ചെയ്തത്. അയാളോടൊപ്പം ചെല്ലണമെന്ന് വളരെ നിർബന്ധിച്ച് പറയുകയായിരുന്നു. നോ പറഞ്ഞിട്ടും വിടാതെ പിന്തുടർന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഞങ്ങൾ മാസങ്ങളായി ഷൂട്ടിംഗ് ആവശ്യത്തിനായി പുറത്തായിരുന്നു എന്നും അതിനാൽ കൂടെ വരണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് സിനിമയാണെന്നും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. അതിനാൽ ഞങ്ങൾ കൂടെ പോകണമെന്നാണോ? അങ്ങനെയെങ്കിൽ ഭാര്യമാരെ കൂടി സെറ്റിൽ കൊണ്ട് പോയിക്കൂടെ എന്നാണ് ചോദ്യം. ഞാനൊരു ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു. ചിത്രത്തിന്റെ മറ്റൊരു പ്രൊഡ്യൂസറായ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് കാണാൻ വന്നിട്ടുണ്ടെന്നും പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് കൊണ്ടുപോയി. അദ്ദേഹവുമായി സംസാരിച്ചിരിക്കെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പുറത്തേക്ക് പോവുകയും പിന്നാലെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തിരികെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങൾ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് എന്നെ ട്രാപ്പ് ചെയ്തതാണ് എന്ന് മനസ്സിലായത്. പിന്നീട് അദ്ദേഹം എന്നോട് ക്ഷമ ചോദിക്കുകയായിരുന്നു. എന്നെ കൂട്ടിക്കൊടുക്കാനാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ശ്രമിച്ചത്.
വൺ വേ ടിക്കറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് എന്റെ അടുത്ത മുറിയിൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വന്ന അമ്മയെയും മകളെയും പൂട്ടിയിട്ട് അബ്യൂസ് ചെയ്യുകയായിരുന്നു. അന്ന് മകൾക്ക് സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്താണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അവരെ മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചത്. അവർ എന്നോട് സഹായം ചോദിച്ചപ്പോഴാണ് ഞാൻ സംഭവം അറിഞ്ഞത്. ചിത്രത്തിലെ നായകനെയോ സംവിധായകനെയോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആരെയും കണ്ടില്ലെന്നും 2 ആഴ്ചയായി മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നുമാണ് പറയുന്നത്. രക്ഷപ്പെട്ടു പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പണം കൊടുക്കുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ചിത്രത്തിന്റെ സംവിധായകനെയോ പ്രൊഡ്യൂസറെയോ ഒന്നും ഇത് അറിഞ്ഞിരിക്കണമെന്ന് പോലും ഇല്ല. സർക്കാർ രൂപീകരിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന് മുമ്പാകെ പരാതി കൊടുക്കാനാണ് തീരുമാനം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. മാധ്യമങ്ങളും പൊതുസമൂഹവും സർക്കാരും നൽകുന്ന പിന്തുണ വലിയ ആത്മവിശ്വാസമാണ് തരുന്നത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്ന് അവർ പറഞ്ഞിരുന്നു. മുകേഷിനെ ഇനിയും ചുമക്കരുത് എന്ന ബിനോയ് വിശ്വം കർശന നിലപാട് സ്വീകരിച്ചിരുന്നു. പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കും ഇത്തരം വിഴുപ്പുകളെ ഒഴിവാക്കണമെന്നാണ് CPI ഒന്നടങ്കം വാദിക്കുന്നത്. എന്നാൽ CPM-ന് കർശന നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ CPM ജയിക്കില്ലെന്ന പാർട്ടിക്ക് ഉറപ്പുണ്ട്. മുകേഷിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ പാർട്ടിയുടെ നിലപാടിനെയാണ് ഇത്തരം ആരോപണങ്ങൾ ബാധിച്ചിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിന്റെ രാജിയോടുകൂടി പ്രതിസന്ധി ഒഴിയുമെന്ന് തന്നെയായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതോടുകൂടി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. 19 വർഷം മുൻപ് ചാനൽ പരിപാടി ചിത്രീകരണത്തിന് ചെന്നൈയിലെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവതാരകനായ മുകേഷ് രാത്രി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയെന്നും തന്റെ മുറി സ്വന്തം മുറിയുടെ തൊട്ടടുത്താക്കാൻ ശ്രമിച്ചെന്നായിരുന്നു സിനിമാ സാങ്കേതിക പ്രവർത്തകയുടെ അന്നത്തെ വെളിപ്പെടുത്തൽ. ദുരനുഭവം തന്റെ മേധാവിയായിരുന്ന ഡെറക് ഒബ്രിയനോട് പറഞ്ഞപ്പോൾ ആ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി തന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ ആരോപണം മുകേഷ് MLA തള്ളിയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഓർമ്മയിലേ ഇല്ല. തെറ്റിദ്ധരിച്ചതാകാനാണ് സാധ്യത. ഫോണിൽ നിരന്തരം വിളിച്ചു ശല്യപ്പെടുത്തി എന്നാണ് ആരോപണം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, മുകേഷ് കുമാർ പറഞ്ഞു. മുകേഷ് കുമാർ പറഞ്ഞു എന്ന് പറഞ്ഞ മറ്റാരെങ്കിലും വിളിച്ചിട്ടും ഉണ്ടാകാം. അവരെ കണ്ടതായി ഓർക്കുന്നു പോലുമില്ല എന്നാണ് മുകേഷ് പറയുന്നത്. ഇതിന് പിന്നാലെയാണ് അടുത്തയാളുടെ വരവ്. മുകേഷിന് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ താല്പര്യം സിനിമയിലും TV-യിലും അഭിനയിക്കുക എന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിണറായി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരാകരിക്കേണ്ടതായിരുന്നു. എന്നാൽ അതീവ താല്പര്യത്തോടു കൂടിയാണ് പാർലമെന്റിൽ മത്സരിച്ചത്. കൊല്ലം സീറ്റിൽ മുകേഷിനെ തെരഞ്ഞെടുത്തത് പിണറായി നേരിട്ടാണ്. പ്രേമചന്ദ്രൻ ജയിക്കുമെന്ന് പിണറായിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ടും അദ്ദേഹം മുകേഷിനെ മത്സരിപ്പിച്ചു. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരത്തിന് ഇറങ്ങിയത് കണ്ടാണ് പിണറായി മുകേഷിനെ രംഗത്തിറക്കിയത്. മുകേഷ് വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ പിണറായിയെ അറിയിച്ചിരുന്നു. എന്നാൽ അതൊന്നും പിണറായി കാര്യമാക്കിയില്ല. അതാണ് പിണറായിയുടെ രീതി. PK ഗുരുദാസിന് സീറ്റ് നൽകാതെയാണ് മുകേഷിന് പിണറായി സീറ്റ് നൽകിയത്. അന്നും ഗുരുദാസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തീരുമാനത്തെ എതിർത്തു. ഗുരുദാസൻ VS-ന്റെ വിശ്വസ്തനായതുകൊണ്ടാണ് വെട്ടിയത്. ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരിക്കുമ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നു. എന്നിട്ടും പിണറായി പറഞ്ഞതൊന്നും ഗുരുദാസൻ കേട്ടില്ല. കാരണം ഗുരുദാസൻ തല മുതൽ നഖം വരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം ആരുടെയും അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല. ഗുരുദാസിനെ പോലെ പാലുള്ളി മുഹമ്മദ് കുട്ടിയെയും പാർട്ടി ഒതുക്കി. ഗുരുദാസിനോട് പിണറായിക്ക് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ട്. താൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെ അനുസരിച്ചില്ല എന്നതാണ് വിരോധത്തിന്റെ കാരണം. അന്ന് ഗുരുദാസിനോട് പാർട്ടി ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ മുകേഷിലൂടെ അനുഭവിക്കുന്നത്. ഇതേ മുകേഷും ഇപ്പോഴും നിയമസഭാംഗമായി തുടരുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPM ചന്ദ്രഹാസം ഇളക്കുന്നത്. എന്നാൽ ഒരു CPM-കാരനും മുകേഷിനെ കൊലയ്ക്ക് കൊടുത്തിട്ടില്ല. കോൺഗ്രസിലാണെങ്കിലോ സ്ഥിതി ഏറെ വ്യത്യാസവും. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണെന്ന് കേട്ടപ്പോലെ തന്നെ ഒരേ താമസം പോലും ഇല്ലാതെ സതീശനും രമേശും ഉൾപ്പെടെയുള്ള നേതാക്കൾ അയാളെ വകവരുത്താൻ രംഗത്തിറങ്ങി. രാഹുലിനെ അകത്താക്കാൻ അത് താല്പര്യം CPM-നേക്കാൾ കോൺഗ്രസ് നേതാക്കൾക്കായിരുന്നു. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം CPM നേതാക്കൾ അദ്ദേഹത്തെ സഹായിക്കാൻ ഒത്തുകൂടി. ശബരിമല വിഷയത്തിൽ കടകംപള്ളി മോഷണ കേസിൽ പെട്ടുപോഴും CPM സഹായിക്കാനെത്തി. ഇങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എങ്കിൽ കോൺഗ്രസുകാർ പാർട്ടി വിട്ട CPM-ൽ ചേർന്ന കാലം വിദൂരമല്ല. വിവാദങ്ങളെ ഒതുക്കാൻ CPM-നോടും അറിയുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. എന്നാൽ പാളയത്തിൽ പട കൂടി സ്വന്തം കെട്ടിടത്തിൽ തീപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ രാഹുൽ CPM-ലായിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്.